സുമതി വളവ് പോവാന്നാ ഗായ്സ്. എനിക്ക് സാധനം കൊള്ളാം, വാങ്ങിച്ചാലാ? എടാ എൻ്റെ ഏത് വണ്ടിയാണെന്നോ ഇവർ ഓപ്പോസിറ്റ് ഉള്ള റിപ്ലേസ് ആയി പോയതാ വണ്ടി. എടാ വാങ്ങിക്കണോ ഗായ്സ്? ഓ വണ്ടി കൊള്ളാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണം. വാങ്ങിച്ചാലാ? വാങ്ങിക്കാടാ, വാങ്ങിക്കാം. ഏത് വണ്ടിയാണെന്നോ പോകാൻ പോണം? റൊണാൾഡോ വണ്ടി ഞാൻ പോകുമെന്തോ ആയിരിക്കില്ലല്ലേ? വാങ്ങിക്കാം. പാത്തുക്കല മുത്തേ, പാത്തുക്കല. കുറേ ചില അപ്ഡേറ്റ് ആക്കിയോ? അപ്ഡേറ്റ് നമ്മൾ പുതിയ അപ്ഡേറ്റ് വന്നാ? ഞാൻ അപ്ഡേറ്റ് ആക്കിയിരുന്നില്ല. BMW M5 തരാം. എടാ BMW M5 എൻ്റെ ഉണ്ടോ നവാബേ? എൻ്റെ ഉണ്ട്. നമുക്ക് അന്നേ കിട്ടിയാണ്, എൻ്റെ ഉണ്ടായിരുന്നു. എവിടെ ഗൈസ് നിൻ്റെ കാർ? എല്ലാവരും കാർ നോക്കാം. താങ്ക്സ് ഡാ മുത്തേ. അത് പറയട്ട്. ഓഹോ വണ്ടി തീയാനാ കേട്ടാ. അയ്യോ എൻ്റെ റൊണാൾഡോ കാറൊന്നും അല്ലല്ല, റൊണാൾഡോ കാറിലടാ പോയത്. അതൊന്നും അല്ല. എടാ ഇതാ കൊള്ളാം അല്ലേ? കൊള്ളാം, കുഴപ്പമില്ല, അങ്ങനെയുള്ളൂ. കൊള്ളാം, മോശമൊന്നുമല്ല. ഓഹോ എത്ര പേരിലെ വന്നിരിക്കണ. ഹസൻ നൻപൻ്റെ വണ്ടി. പിന്നെ ഇത് ഇവിടെയുള്ള എല്ലാ വണ്ടിയും നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്, എല്ലാ വണ്ടിയും നോക്കാം. പ്ലേ സ്റ്റോറിൽ വന്നു അപ്ഡേറ്റ് എന്നാ. എടാ ഞാൻ അടുത്ത റോഡാ നേരത്തെ കയറി നോക്കാം. അവിടെ അഭിലാഷേ നോക്കാം കേട്ടോ. നിങ്ങളുടെ അപ്ഡേറ്റ് വന്നെങ്കിൽ നിങ്ങൾ പറയാത്തെന്ത് ഗൈസ്? ഇന്നലെ തന്നെ ഇന്നാണ് അപ്ഡേറ്റ് വന്നാ? ഇപ്പോഴാണോ വന്നാ? എത്ര മണിക്കൂർ തന്നെ വന്നാ? കുംഫു താടിക്കാരാ എന്തെല്ലാം വെച്ചാനെ? വെൽക്കം. ഓക്കെടാ, ഓക്കെ വന്നോ മൊത്തേ ഗൈസ്. അപ്ഡേറ്റ് വന്നാടാ ഗൈസ്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയില്ല. പക്ഷേ സെയിം വണ്ടി മാത്രം റിപ്ലേസ് ആവും, അല്ലാതെ വേറെ ആവില്ല. ഓക്കെ എൻ്റെ അടുത്താണ്. ഓക്കെ ബ്രോ, നെക്സ്റ്റ് ബെൻസ് ട്രിപ്പ് അടിക്കാന്നാ. എടാ നോക്കാം. ഒരു വീക്കായത്. എടാ പറ്റി ക്രിസ്മസിൻ്റെയാണ് ഞാൻ ചെയ്തത്. ഒരു വീക്ക് എന്ന് പറയുമ്പോൾ ക്രിസ്മസിൻ്റെ എനിക്ക് നീ പറയണ ഒരു സിറ്റിയിൽ ക്രിസ്മസ് പറഞ്ഞല്ലേ, അത് ഞാൻ ചെയ്തായിരുന്നു. ഡോണ്ട് പറയുന്ന. ഓക്കെടാ സെറ്റ്. എവിടാ എടത് എന്തിലൊട്ട മുത്തേടത്തി മാറിയാണ്. ഇടത്തിങ്ങോട്ട് മാറി കയറാൻ സ്ഥലമില്ല. എടാ കയറാൻ സ്ഥലമില്ല. അടിപൊളി. ഓക്കെ കയറി. എടാ ഗൈസ് 1 വീക്ക് മുന്നേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ചെയ്തതാണ്. മറ്റില്ല ക്രിസ്മസ് സിറ്റിയിൽ ക്രിസ്മസ് പറഞ്ഞല്ലേ, അത് ഞാൻ ചെയ്ത്. വാ ഗൈസ് വാ. അയ്യോ റിവ്യൂ M5 എന്നാ. എടാ ഇവിടെ കിടന്ന എല്ലാ വണ്ടി നമ്മൾ നോക്കിയായിരുന്നല്ലോ. ഇതാരും എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആര് മുത്തിയാ വന്ന. എടാ ഇവിടെ എത്തി പാട് കേട്ടോ എനിക്ക്. ഈ മണലാകുമ്പോൾ ഈ വണ്ടി ഇത്തിരി ഇതായി പോണു. എനിക്ക് കൺട്രോൾ പോകണം. ഫസ്റ്റ് ടൈമാണ് ഓടിക്കണം മുത്തേ. ലൊട്ട പറയല്ലേ മുത്തേ, ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഞാൻ ചുമ്മാ ലൈവ് അല്ലാത്ത പോലും എടുത്ത് ഓടിച്ച് നോക്കിയിട്ടില്ല മുത്തേ. ലൈവിലല്ലാത്ത പോലും ഞാൻ എടുത്ത് ഓടിച്ച് നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഒട്ട ഉണ്ടേ മുത്തേ. എന്താ അവിടെ തട്ടി നിന്നിപ്പം? ഓക്കെ എനിക്ക് ക്യാമറ ആംഗിൾ മാറിക്കിടന്നു, ചുമ്മാ അല്ല. അടിപൊളി. ഓഹോ പൊടി സ്മോക്കൊക്കെ വന്നപ്പോൾ തീയല്ലടാ മുത്തേ. സീരിയസ്ലി ഡബ്ല്യു വണ്ടി മുത്തേ, സീരിയസ്ലി. ഇതൊക്കെ ഞാൻ വേൾഡ് സെയിലിൽ പോയിട്ട് നോക്കുമ്പോൾ കാണുന്ന വെച്ചാൽ കുറച്ച് ലൊട്ട വണ്ടികൾ. സീരിയസ്ലി കുറച്ച് ലൊട്ട സാധനങ്ങൾ. ഇവിടെ ഇവന്മാരൊക്കെ വേൾഡ് സെയിലിൽ നിന്ന് എടുത്തുകൊണ്ട് പറഞ്ഞ മുത്തേ കാണുമ്പോൾ തന്നെ കൊതിയോ. അങ്ങനത്തുള്ള വണ്ടിയാണ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടണം. അവിടെ എന്തെന്നാണ് വേൾഡ് സെയിലിൽ പോലും നമുക്ക് ഒരെണ്ണം കിട്ടൂല എന്നാണ്. വാട്ട് ഈസ് ദിസ് മുത്തേ? എടാ ഇവിടെ എന്താ ഒരുപാട് നിങ്ങൾ മെസ്സേജൊക്കെ ഇടാൻ കാണുന്നുണ്ട് ഗൈസ്. എല്ലാം കൂടെ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇനി ശ്രദ്ധ ഇരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, വണ്ടി ഓടിക്കാൻ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം മുത്തേ. ഇല്ലെങ്കിൽ നമ്മളെ വണ്ടി ഞാനും കൂടണം എല്ലാവരും കൂടെ കുഴിയിലോട്ട് പോയി കിടക്കും. അതുകൊണ്ടാണ് ഗൈസ്, മനസ്സിലായി? അപ്പോൾ അതിൽ ശ്രദ്ധിച്ചിട്ട് വണ്ടി ഒരു സ്പോട്ടിൽ എത്തിയിട്ട് നമുക്കെന്ന് വെച്ചാൽ ചാറ്റൊക്കെ നോക്കാം. ഒരു പരിധി വരെ എല്ലാം നമുക്ക് നോക്കാൻ ശ്രമിക്കാം. ഞാൻ ഇപ്പോൾ ഒന്നിങ്ങോട്ടൊന്ന് പെട്ടെന്ന് റിപ്പയർ ആക്കിയിട്ട് നമുക്ക് ബീച്ചിൽ കയറാം. ബീച്ചിലാകുമ്പോൾ നല്ല സ്ഥലമുണ്ട്. എല്ലാവരും 10-100 കാർ വന്നാൽ പോലും ശരി മുത്തേ, ബീച്ചാണ് മുത്തേ. അത്ര വലിയ ഇടമാണ്, വേറെ എവിടെയും പോലെ അല്ല മുത്തേ. ബീച്ച് എന്ന് വെച്ചാൽ ഭയങ്കര കിടിലൻ സ്ഥലമാണ്. ഒരുപാട് വണ്ടികളാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് സെറ്റ്. ഇടിക്കല്ലോ കുഴി. ഇതെവിടാ? എവിടെ കൂടെയൊക്കെ വണ്ടി കയറി പോയത്. ഉണക്ക പുല്ല് കാരണം ഇപ്പം ഞാൻ എല്ലാം കൂടെ പോയി തെങ്ങി ഇടിച്ചിരുന്നേ വണ്ടി ഡാമേജ് ആയതിനെ. ഈ വളഞ്ഞു പോണുണ്ട് വണ്ടി. അല്ല അത് ഓടിച്ച് സെറ്റാക്കാന്നേ ഉള്ളു. ഇതെന്തൊരിറക്കം. ഓക്കെ എല്ലാവരും ബീച്ച് വാ. ഇതെന്തൊരു എല്ലാവരും ബീച്ച് വാ ഗൈസ്. റെഡ് ബോക്സ് വേണ്ട എന്ന് അല്ലേ പറഞ്ഞു തന്നാ?
ആർക്ക് സോൾഡ് റെഡ് ബോക്സ്. എടാ ഞാൻ വേണ്ടെന്നാണ്ടാ പറഞ്ഞത്, പക്ഷേ എനിക്കത് സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞത് വണ്ടി കൊള്ളില്ലാത്തതുകൊണ്ടല്ലടാ മുത്തേ. അതെന്ന് വെച്ചാലേ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ ഏത് മോഡൽ ഇരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഏത് വണ്ടി റിപ്ലേസ് ആയി പോകുന്നൊരു ആദ്യം ഒരു ഡൗട്ട് അടിച്ചുകൊണ്ടാണ് പിന്നെ വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അവൻ തന്നോണ്ടേ പിന്നെ വാങ്ങിച്ചതേ ഉള്ളൂ മുത്തേ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, സാധനം ഡബ്ല്യൂ ആണ്, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മുത്തേ. ഓഹ് മോട്ടോ സ്പോർട്സ് ആൽപ്പ് എന്തരി ആൽഫ് ലൈൻ ബെറ്റ് ബി എന്തരി ബാറിയറാ വെർണർ. ഓക്കെ ഓക്കെ എടാ ഇവൻ്റെ വണ്ടി ഇത് കൊള്ളാലോ മുത്തേ. നൈസ് BMW. ഓ ബ്രദർ നൈസ് കേട്ടോ, നൈസ്. ഇതാര വണ്ടിയാണ് കൊള്ളാം. ഇത് ഈ വണ്ടി കൊള്ളാം. ഡബ്ല്യൂ കാർ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കണ്ടപ്പോൾ ഒരു നമുക്ക് കാണുമ്പോൾ ഒരു തോന്നൂലേ മുത്തേ, അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫേക്ക് റെഡ് ഫോക്സിനെ കണ്ടു മുത്തേ. ഫേക്ക് റെഡ് ഫോക്സ് ആണ്. നിൻ്റെ അടുത്തൊന്ന് കാറും പണവും വല്ലതും ചോദിക്കും മുത്തേ. നീ ID നോക്കി വെച്ചോണം മുത്തേ. നിനക്ക് എൻ്റെ ID അറിയായിരിക്കും, ഞാൻ ചാറ്റിലൊക്കെ പിൻ ചോദിച്ചിട്ടുണ്ട്. ID നോക്കിയാൽ മതി. ഫേക്കിൽ ഒട്ടാക്കുന്ന ഒന്നും കൊടുക്കല്ലേ മുത്തേ. ഓക്കെ. ഓഹ് ഡബ്ല്യൂ കാർ. ഓ വണ്ടി അഴുക്കായേട്ടാ. കുഴപ്പമില്ല, ഇനി അതിനു വേണ്ടി ഒന്നുകൂടെ പോയിട്ട് വരാനൊക്കെ ലൊട്ട പരിപാടിയായിരിക്കും. യോ വാങ്ങി ഓടാ, വാങ്ങിയടാ മുത്തേ. വാങ്ങിച്ചു. ഇവിടെ എൻ്റെ ക്യാരക്ടറായിട്ട് മാറിയതാണ്. ഇതെന്തേരാണ് ബട്ടണൊന്നും അത്ര സ്മൂത്ത് അല്ലല്ലോ. എടാ കൊച്ചിലോട്ടെ വാങ്ങിയെന്നാ എന്തിരി പറയണ ബ്രോ. വേൾഡ് സെയിൽ റുബിക്കോൺ ഉണ്ടാവൂ. എടാ മുത്തേ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഭാഗ്യം അനുസരിച്ചാണ് എനിക്കണ്ടാ. ചിലർക്ക് വരും, ചിലർക്ക് വരൂല. ചിലർക്ക് നല്ല കാണും. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല, പറയത്തില്ലടാ. കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാം ലൊട്ടകളാണ്ടാ വേൾഡ് സെയിൽ കാണിക്കുന്ന കാറൊക്കെ. എനിക്കറിഞ്ഞൂടാ, ഓരോരുത്തരും ഇതനുസരിച്ചിരിക്കും. അവിടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും എന്ന് പറയാം. ഓ ഹസൻ മച്ചീര. ഓ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഹസൻ മച്ചീര. അത് ഡിസർവിങ് വണ്ടിയാണ് മുത്തേ. എൻ്റെ ചാറ്റ് കാണുന്നില്ല. എടാ ഞാൻ കാണുന്നുണ്ടാ. എല്ലാം കൂടെ നമ്മൾ വായിക്കണം. ഇങ്ങനെ ഇവിടെ തന്നെ കണ്ട എന്തൊരു തിരക്കാണെന്ന് മുത്തേ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരു സമയം ഇങ്ങനെ നോക്കണേ. ചിറ്റി റോബോട്ട് അല്ലല്ലോടാ മുത്തേ, മനുഷ്യനല്ലേ. ഫോട്ടോ എല്ലാം സെറ്റ്. ഓ ഹസൻ നൻപൻ്റെ വണ്ടി W കാർ. അന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധനം W ആയിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കാറാണ്. അവൻ ഡിസർവിങ് ആണ്. ഈ കാർ മച്ചിക്ക് ഡിസർവിങ് കാറാണ്. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. KTM ബ്ലാക്ക് ഞാൻ ന്യൂ കാർ ഇറക്കി. ഓക്കെ മുത്തേക്കും കൊണ്ടു നമുക്ക് നോക്കാം. ഇതാരി ഇവിടെ പാത്തിക്കണം പതുങ്ങിക്കണം. ആർക്ക് അർബാബ് മുത്തേ. അർബാബ്. ഓ ഇതൊക്കെ എന്തിനാ മുത്തേ? എന്തിനു ചോദിച്ചാണ്? ചൈനീസാ. എടാ ചൈനീസ് ചോദിച്ചാണ്. എന്തിനു? ഏത് ഭാഷ? കൊറിയനാ? ഏതായാലും ഭാഷ ചോദിച്ചാണ് മുത്തേ. ഓ ഇതാണ് ഈ തന്നേന്നോണം. ഓ ഇത് കണ്ട എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. കൊള്ളാം കേട്ടാ. ഇവൻ കൊണ്ടുവരുന്ന കാറൊക്കെ സീരിയസ്ലി W ആണ് ചാറ്റ്. സീരിയസ്ലി W കാറാണ്. എടാ ഏതൊക്കെ ചാറ്റ് മിസ്സായി പോയിട്ടുണ്ട് മുത്തേ. മനഃപൂർവ്വം വായിക്കാത്തല്ലടാ ഗൈസ്. ഒരുപാട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടടാ ഗൈസ്. എല്ലാം കൂടെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് കേട്ടോ. അല്ല മനഃപൂർവ്വം വായിക്കാത്തൊന്നുമല്ല ഗൈസ്. ബ്രോ റൂം ID പാസ്. എടാ എല്ലാം പിൻ ചോദിച്ചിട്ടുണ്ടാ. ചാറ്റും ഒക്കെ പിൻ ചോദിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും മതി. ഞാൻ പിൻ ചോദിച്ചിട്ടുണ്ടാ ബ്രദർ. അറബിക് എന്നാ. ഓക്കെ ബ്രദർ. ചിലപ്പോൾ അറബ് നാട്ടിലെങ്കിലും ആരെങ്കിലും ആണോ ഇനി? ഓ അറബ് നാട്ടിൽ നിന്ന് ആൾക്കാരെ നമ്മൾ ലൈവ് കയറാൻ തുടങ്ങിയ. ബ്രദർ അറബിക് എന്ന്. ഓ അറബിക്ക് ചിലപ്പോൾ ആ ഭാഷയായിരിക്കും ചിലപ്പോൾ പറഞ്ഞു. അതായിരിക്കും. ഓക്കെ വണ്ടി എഴുതി വെച്ചിരിക്കണ ഭാഷയാണ്. അത് തന്നെ. ഇത് അറബിക്കാണ്. അവിടെ അത് തന്നെ. താങ്ക് യു ബ്രദർ. താങ്ക് യു ബ്രദർ. അതായിരുന്നല്ലേ. അതാണ്ടാ മുത്തേ. കണ്ട ഇവിടെ നമുക്ക് എന്ത് സ്ഥലമെന്നാണ് സുഖമായിട്ട് നിൽക്കാം. ബ്രോ പ്ലീസ് ഡാ സീ മൈ മെസ്സേജ് ഓർ എൽസ് എന്നാ പറഞ്ഞു ബ്രദർ. എന്തെല്ലാം ബ്രദർ? ഇവിടെ എന്ത് കൂട്ടച്ചിരാണല്ലോ മുത്തേ. എന്ത് തമാശയാണ്. എന്തിനാ നടക്കണം ഇവിടെ? ഒന്നും മനസ്സിലാവണല്ലോ. യുവമാരിവിടെ ചാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ തമാശ പറഞ്ഞ് കളിക്കണമെന്ന് തോന്നുന്നു. ഓമാരങ്ങാട്ട് എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കണം മുത്തേ. അതാണ് പീസ്ഫുൾ പ്ലേസ് അല്ലേ. സത്യമാണ്, പീസ്ഫുൾ പ്ലേസ് ആണ്. ഇത്രയും തിരക്കിനിടയ്ക്ക് 20 കാർ, 12 പേര് വന്നു. 20 കാർ വന്നാൽ പോലും 20 പേര് വന്നാൽ പോലും നമുക്ക് ഇവിടെ ബീച്ച് പീസ്ഫുൾ പ്ലേസ് ആണ്. സീരിയസ്ലി പീസ്ഫുൾ പ്ലേസ് ആണ്. ബെൻസ് ട്രിപ്പ് മൈ ഡ്രീം കാർ ഡാ മുത്തെന്നാ. ഓ ബ്രദർ ഓക്കെ നമുക്ക് സെറ്റാക്കാം. ഓ എന്തൊരു ഗോഡ് സ്പെൻസ്. എൻ്റെ ലുക്ക് അല്ല കുറച്ച് വ്യത്യാസമുണ്ട്. എടാ എൻ്റെ ലുക്ക് കറക്റ്റ് ആരും കോപ്പി അടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരെണ്ണം എടുക്കാം. ഇത് കൊള്ളായിരിക്കും അല്ലേ? ഇത് കൊള്ളായിരിക്കും. സിറ്റിയിലൊരു നല്ല പ്ലേസ് ഉണ്ട് മുത്തേ. എവിടെ നമുക്ക് നാട്ടിൽ പോവാം? അതിനെന്ത്
എത്ര കാർ വേണമെങ്കിലും പാർക്കാക്കാം. എടാ മറ്റേ ഇപ്പം മറ്റേ മാളിരുന്ന് അവിടെയാണ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് അവിടെയാണ്. അവിടെ കുറച്ച് മണ്ണ കൂട്ടിയിട്ട് ഇത്തിരി പൊങ്ങിയും താന്നൊക്കെ അല്ലേ കിടക്കണം. അത് ലൊട്ടയാവും. നോ കോപ്പി ബ്രോ. ഓക്കെ ബ്രോ, ഓക്കേടാ, ഓക്കെ ബ്രോ. ഓടാ റെഡ് ബോക്സ് എൻ്റെ ബസ് റിവ്യൂലുണ്ട്. റെഡ് ബോക്സ് അണ്ണ എൻ്റെ ലാറോ എപ്പോഴും ഇതൊക്കെ എന്തിനാ അടിക്കണം, എന്തിനാ പറഞ്ഞ എന്തേര്. റെഡ് ബോക്സ് അണ്ണ എൻ്റെ കാർ സെല്ല് ചെയ്യുന്നുണ്ടോ? റെഡ് ബോക്സ് അണ്ണ കാർ സെല്ല് ചെയ്യുന്നുണ്ടോ? ഇല്ലടാ, ഇല്ലടാ. ലാറോ റെഡ് ബോക്സ് അണ്ണ റൂം ഇട്ടാൽ എൻ്റെ ബസ് റിവ്യൂലാണ്. ഇടട്ടെ, എൻ്റെ ബസ് റിവ്യൂലാണ്. പാസ് ഇത് എടേ അവൻ. ഓക്കെ പാസ് എത്ര? എടാ പോയാലാ. സിക്കി ബ്രദർ വെൽക്കം ബ്രോ. ഗീവ് മീ ഫ്രണ്ട് റിക്വസ്റ്റ് എന്നാ 49. ഓക്കെ ഇട്ടോ വരാം. സിക്കി ഹൗ ആർ യു? ഫൈൻ ബ്രദർ, ഫൈൻ. ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് റൂം പോവാം. അത് തന്നെ, അതാണ് നല്ല. ഇതൊക്കെ എന്തിനാ കിടക്കണം ഇവിടെ? ഓഹ ഗൈസ്, അപ്പോൾ എല്ലാവരും വന്നോടാ ഗൈസ്. ഞാൻ അവൻ്റെ റിവീലിങ്ങിന് പോകാം. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. എൽ വണ്ടി, അതായത് എൽ ആയിട്ടാണ് മോഡിഫൈ ചെയ്തേക്കണം, അതായത് ഡബിൾ ആയിട്ടാണ് മോഡിഫൈ ചെയ്തേക്കണം വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. പോയി നോക്കാം. നിങ്ങളും കൂടെ വാ ഗൈസ്, എന്നിട്ട് നമുക്ക് നോക്കാം ഗൈസ്.